കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം സെക്രട്ടറി വി.എസ്. സുജിത്താണ് ഷൈൻ ടീച്ചറെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ടത്. 11 കേസുകളിലെ പ്രതിയാണ് സുജിത്ത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഷൈൻ ടീച്ചർക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അധിക്ഷേപ പരാമർശങ്ങൾ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലോ ഈ വി.എസ്. സുജിത്ത്. ആരാണ് ഈ വി.എസ്. സുജിത്ത്? കഴിഞ്ഞ ആഴ്ചയിലെ ഇയാളെ പോലീസ് നടപടികളുടെ പേരിൽ ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വലിയ വിശുദ്ധനായി അവതരിപ്പിച്ചത്. ഇപ്പോൾ തനിനിറം പുറത്തേക്ക് വരികയാണ്. ആരാണ് വി.എസ്. സുജിത്ത് എന്നും അയാളുടെ മനസ്സിലിപ്പോൾ എന്താണെന്നും പുറത്തേക്ക് വരുന്നു. പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ന്യായീകരിക്കില്ല, ഒരിക്കലുമില്ല. പക്ഷേ അതിന്റെ പേരിൽ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ മഹത്വവൽക്കരിക്കാൻ അനുവദിക്കുകയുമില്ല. എന്താണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്? അതെ മനു, അത് തന്നെയാണ് കാര്യം. ഈ സുജിത്തിന്റെ യഥാർത്ഥ നിറം, തനി നിറം എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഈ ഷൈൻ ടീച്ചറെ വളരെ മോശം ഭാഷയിലാണ് വി.എസ്. സുജിത്ത് തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അത്തരം മോശം പരാമർശമായിരുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷൈൻ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി പോലീസിന് നൽകി കഴിഞ്ഞിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR ഇട്ടു. 2 പേർ ഇതിൽ പ്രതികളാവുന്നു. ഈ മോശം പരാമർശങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ള ആ നടപടികൾ തുടരുമ്പോഴാണ് ഈ സുജിത്ത് വീണ്ടും ഇത്തരത്തിൽ അധിക്ഷേപകരമായ പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇയാളുടെ മറ്റ് പല രീതിയിലും ഇയാളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് നേതാക്കളൊക്കെ ഇയാളുടെ വീട്ടിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കം വി.എസ്. സുജിത്തിനെ നേരിട്ട് കാണുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വി.എസ്. സുജിത്താണ് ഇത്തരത്തിൽ വളരെ മോശം ഭാഷയിൽ, നിലവാരം കുറഞ്ഞ രീതിയിൽ ഈ ഷൈൻ ടീച്ചറെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അത് ഷൈൻ ടീച്ചർ തന്നെ വീണ്ടും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഷൈൻ ടീച്ചർ പറയുന്നത് ഇങ്ങനെ തനിക്കെതിരെ ഈ വ്യാജമായ നീച പ്രചരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പരാതി നൽകിയതിനു ശേഷം അത്തരം അധിക്ഷേപങ്ങൾ തുടരുന്നു. അതിന്റെ ചില ലിങ്കുകൾ കൂടി അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുജിത്തിന്റെ അടക്കം പോസ്റ്റുകളൊക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ട്, സൈബർ സെല്ലിന്. ഞങ്ങൾക്കോ ഞങ്ങളുടെ പ്രവർത്തകർക്കോ ഇതിലൊരു പങ്കുമില്ല എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴാണ് ഈ സമീപ ദിവസങ്ങളിൽ അവർ ആദരിച്ച സുജിത്ത് ഈ മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതായത് ഈ കേസും കാര്യങ്ങളും വന്നതിന് ശേഷവും ഇയാളുടെ ഭാഗത്ത് ഈ മോശം പരാമർശങ്ങൾ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, അത് തന്നെയാണ്. ഇത് പ്രതിപക്ഷ നേതാവ് V.D. സതീശനാണെങ്കിലും ഇവിടുത്തെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണെങ്കിലും ഒക്കെ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പലയിടത്തും കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെയൊക്കെ ഇട്ടിരിക്കാം. അത് പലരും മുഖമില്ലാത്തവരായിരിക്കാം, അങ്ങനെയൊക്കെയുള്ളത് ഉണ്ടാകാം. അതിന് നമ്മൾ പൂർണ്ണമായും അതിനെ അനുകൂലിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് അങ്ങനെ ഏതെങ്കിലും ചിലരല്ല. ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഈ ഷൈൻ ടീച്ചർ പരാതി നൽകിയതിന് ശേഷവും ഷൈൻ ടീച്ചറെ മോശം ഭാഷയിൽ അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ V.S. സുജിത്ത് എന്ന് പറയുന്നയാൾ തൃശ്ശൂരിലെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റാണ്. ആ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്ന സുജിത്താണ് ഇത്തരത്തിൽ മോശം പരാമർശം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെയൊക്കെ പരാമർശങ്ങൾ പിന്നീട് പിൻവലിച്ചെങ്കിലും ഈ ജിൻഡോ ജോണും BRF ഷഫീർ അടക്കമുള്ളവർ ഇത്തരത്തിൽ മോശം പ്രചാരണം ഏറ്റെടുത്ത് നടത്തിയിരുന്നു. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും അവർ ഈ നടപടി തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. വളരെ ഗൗരവത്തിൽ ഈ പരാതി എടുത്തിട്ടുണ്ട്. അത് ഷൈൻ ടീച്ചറുടെ പരാതി മാത്രമല്ല, 4 MLA മാർ, ജില്ലയിലെ 4 ഇടതുപക്ഷ MLA മാർ, CPIM MLA മാർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിച്ചു വരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുടെ ഉടമകളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ട് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അവരുടെ മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഇവർ തന്നെയാണ് ഈ മോശം പരാമർശങ്ങളുടെ അല്ലെങ്കിൽ അധിക്ഷേപ പ്രചാരണത്തിന്റെ ഉറവിടം ഇവരൊക്കെ തന്നെയാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്ന ആ നിമിഷം ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ പ്രതിപട്ടികയിൽ ഈ KM ഷാജഹാനും ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന 2 പേരാണ് ഉള്ളത്. അവർക്കെതിരെ അവരുടെ അറസ്റ്റ് ആദ്യം ഉണ്ടാകും. അതിന് പിന്നാലെ ആരൊക്കെയാണോ ഇത്തരത്തിൽ മോശം പരാമർശം ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത് അവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകും. ഈ 2 പ്രതികളിൽ ഒതുങ്ങില്ല, കൂടുതൽ പേർ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ ഈ V.S. സുജിത്തിന്റെ ഈ പരാമർശവും പോലീസിന്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള കർശന നടപടി സുജിത്തിനും വിധേയനാകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. V.S. സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റാണ് കോൺഗ്രസിന്റെ. V.S. സുജിത്താണ് ഇപ്പോൾ ഷൈൻ ടീച്ചർക്കെതിരെ ഏറ്റവും മോശം പ്രചരണവുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പരാതി നൽകിയതിനു ശേഷവും ഇയാളുടെ ഭാഗത്തു നിന്ന് ആക്ഷേപം തുടരുന്നു എന്നതാണ് വസ്തുത. V.S. സുജിത്തിനെ പ്രേക്ഷകർ അറിയും. ഈ V.S. സുജിത്താണ് ഇപ്പോൾ കുന്നംകുളത്തെ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട പരാതിയുമൊക്കെയായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾ. കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ വളയൊക്കെ ഇട്ട് ആദരിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ ന്യായീകരിക്കുന്നില്ല. അതിന് ശക്തമായ നടപടി ഉണ്ടാവുകയും ചെയ്യും, ഒരു സംശയവും വേണ്ട. പക്ഷേ അതിന്റെ പേരിൽ V.S. സുജിത്ത്
ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം നേരത്തെ തന്നെ വ്യക്തമായതാണ്, 11ഓളം കേസുകൾ അയാളുടെ പേരിലുണ്ട്. അത് രാഷ്ട്രീയ കേസുകളായിരുന്നില്ല. പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള പലയിടങ്ങളിൽ മോശം പ്രവർത്തികൾ ചെയ്തതിനടക്കമുള്ള കേസുകൾ അയാളുടെ പേരിലുണ്ടായിരുന്നു. അതിന് തുടർച്ചയിലാണ് ഇതാ ഷൈൻ ടീച്ചറെ ഏറ്റവും മോശം ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലിങ്കുകളടക്കം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഇയാളെ ആദരിച്ചതാണല്ലോ. ഇയാളെ ഏതായാലും അറിയത്തില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറയില്ലല്ലോ. നമുക്ക് ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ചോദിക്കാം, വി എസ് സുജിത്തിനെ നിങ്ങൾ അറിയുമോ? അയാൾ പറയുന്നത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുമെന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ഒരുപക്ഷെ മറ്റൊരു ന്യായീകരണത്തിന്റെ സ്കോപ്പ് കൂടി കാണുന്നുണ്ട്. വേണമെങ്കിൽ അവർക്ക് പറയാൻ കേട്ടോ, പോലീസ് നടപടികളെക്കുറിച്ച് പരാതി പറഞ്ഞതുകൊണ്ടാണ് സുജിത്തിനെതിരെ ഇത്തരത്തിൽ ആക്ഷേപം കൊണ്ടുവരുന്നതെന്ന് വേണമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ കഴിയും. കാരണം അവരുടെ ന്യായീകരണം ഇപ്പോൾ അങ്ങനെയാണല്ലോ, കിട്ടുന്നതെന്തും ന്യായീകരണമായി ഉപയോഗിക്കുന്നതാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്.